സുഖജീവന്റെ ഷുഗർ ബേസ് ഫുഡ് എത്ര നാൾ കഴിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ലഘുവായ ഉത്തരമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരും ഈ ഫുഡ് മേടിക്കുന്നത് ഒരു പരീക്ഷണ നിലയിലാണ്. കാരണം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഷുഗറിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഷുഗറിനെ കുറയ്ക്കുകയും ഷുഗറിനെ ഇല്ലാതെയാക്കുകയും ധാരാളം മരുന്നുകൾ കാണാം. അതുപോലുള്ള മരുന്നാണെന്നാണ് പലരുടെയും ധാരണ. ഇത് അങ്ങനെയുള്ള മരുന്നല്ല. അത് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഷുഗറിന്റെ റൂട്ട് തലത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഷുഗറിന്റെ കാരണത്തെ ഇല്ലാതെയാക്കലാണ്. നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളിലെ ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ച് ഷുഗർ റെസിസ്റ്റൻസ് കുറച്ച് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ആഹാരമാണ്, ഇതൊരു ഷുഗർ ബേസ്ഡ് ഫുഡാണ്. നമുക്കറിയാം, പ്രമേഹത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമമാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് ശരീരത്തിന് യോജിച്ച ആഹാരക്രമത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് യഥാർത്ഥ പ്രതിവിധി. നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ താൽക്കാലികമായ പ്രതിവിധിയാണ്. രാവിലെ മരുന്ന് കഴിച്ചാൽ വൈകിട്ട് മരുന്ന് കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ വരെ ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് നിർത്താം. അതൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതൊരു ഉപാധിയാണ്, അതൊരു താൽക്കാലിക പരിഹാരമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകള് നമ്മൾ കഴിക്കുന്ന ചോറും ചപ്പാത്തിയും ഇഡ്ഡലിയും ഒക്കെ ദഹിപ്പിച്ചേർക്കാൻ ആവശ്യമായ തോതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്നു. ഇതിനുള്ള ശേഷി അവയ്ക്ക് വീണ്ടെടുക്കല്. ഇതാണ് ഈ ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഫുഡ് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, ഒരു മരുന്ന് കൊണ്ട് ഇത് സാധ്യമല്ല. അതിനുള്ള ചേരുവകളാണ് ഈ ഫുഡിൽ ഉള്ളത്. ഇവിടെ രോഗം മാറ്റുന്നത് ശരീരം തന്നെയാണ്. ശരീരത്തെ അതിന് സഹായിക്കുകയാണ് ഈ ആഹാരം ചെയ്യുന്ന പ്രക്രിയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്രമേഹത്തിന്റെ ബോർഡറിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു 60%, ഒരു 60% ബീറ്റാ സെല്ലുകളുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കുറഞ്ഞിരിക്കും. നമ്മളുടെ ബ്ലഡിലെ ഷുഗർ കൂടി നമ്മൾ രോഗിയായി തീരുമ്പോൾ അത് ഏതാണ്ട് ഒരു 70-75% ഡാമേജ് ആയിട്ടുണ്ടാവാം. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യമാണ്. നിങ്ങൾക്കത് അറിയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ബീറ്റാ സെല്ലുകളെ ശേഷി വീണ്ടെടുക്കലാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് 10 ദിവസമോ 15 ദിവസമോ ഈ ആഹാരം കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് ശരിയായ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ശരീരം അബ്സോർവ് ചെയ്യുന്ന ഷുഗറിന്റെ 20% സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ലിവറിലാണ്, കരളിലാണ്. 5% ബ്ലഡിലും ബാക്കിയുള്ള മസിലുകളുമാണ് സ്റ്റോർ ചെയ്യണത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ നമ്മൾ ഈ നേച്ചർ ഹെൽത്ത് മിക്സ് കഴിച്ച് ബ്ലഡിലെ ഷുഗർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലിവറിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള അധികമായ ഫാറ്റ് കൺവേർട്ട് ചെയ്ത് ഷുഗറാക്കി മാറ്റിയിട്ട് ബ്ലഡിലേക്ക് വരും. ഇതൊരു സ്വാഭാവിക പ്രക്രിയ, നിങ്ങൾക്കറിയാം. ഡെൻസിറ്റി കുറഞ്ഞാൽ കൂടിയ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഫ്ലോ ഉണ്ടാവും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 10 ദിവസം 20 ദിവസം ഒന്നും ഒരു മാറ്റം ഉണ്ടായിക്കോളുന്നില്ല നമ്മൾ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ. അതിനുശേഷമാണ് പലപ്പോഴും മാറ്റം ഉണ്ടാവുകയുള്ളൂ. കാരണം ലിവറിലുള്ള കൂടുതൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുതിയ ഡെപ്പോസിറ്റ് ലിവറിലേക്ക് ഇല്ലാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും. അതിനുശേഷമാണ് ചിലപ്പോൾ പലർക്കും ശരിയായ റിസൾട്ട് കാണുന്നത്. ചിലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യാം. ഇങ്ങനെ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ 2 ദിവസമോ 3 ദിവസം കഴിയുമ്പോൾ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞതായിട്ടും കാണാൻ സാധിക്കും. ഇത് ക്ഷമയോടെ വേണം നമ്മൾ ഈ ശരിയായ ഒരു ജീവിതശൈലിക്ക് വരാനെന്നുള്ളതാണ്. ഇതൊരു ശരിയായ ജീവിതചര്യയാണ്, ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു കറക്ഷനാണ്. ലൈഫ് സ്റ്റൈലിന്റെ കറക്ഷനാണ് നമ്മുടെ രോഗത്തിന്റെ കാരണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈലിൽ നിന്ന് കറക്റ്റ് ആക്കുക ചെയ്യണത്. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ വേണം നമ്മൾ ഈ ഒരു സമ്പ്രദായത്തിലേക്ക്, സിസ്റ്റത്തിലേക്ക് വരാനെന്ന് എനിക്ക് ആദ്യം ഉപദേശിക്കാനുള്ളത്. നമ്മളുടെ ശരീരം സെല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ശരീരം ജനിച്ച് മരിക്കുന്ന പോലെ സെല്ലുകളും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ ഭൂമിയിൽ ജനിച്ചതെല്ലാം മരിക്കുമല്ലോ. സെല്ലുകൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തും സെല്ലുകൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് RBS-ഉം. RBS-നെയാണല്ലോ ഷുഗർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, ഗ്ലൈക്കോസിഡ് ആയിട്ടുള്ള RBS.
അതാണ് നമ്മൾ HbA1c നോക്കുമ്പോൾ കാണുന്നതാണ്. നമ്മൾ 8, 9, 10 പറയണ്ടല്ലോ. അത് നമ്മളുടെ ഈ ബ്ലഡിനെ ബാധിച്ചിട്ടുള്ള ആ ഒരു നിരക്കിനെ സൂചിപ്പിക്കണത്. അപ്പൊ ഈ നമ്മളുടെ ചുമന്ന രക്താണുക്കളുടെ RBSന്റെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്, 4 മാസമാണ്. സാധാരണ ഒരാളുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. ഇന്ന് നമ്മളുടെ ശരീരത്തുള്ള ബ്ലഡ് ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ ശരീരത്ത് ഷുഗർ കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ബ്ലഡിന് അതിന്റെ പൂർണ്ണമായിട്ടുള്ള സംവഹന ശേഷി ഉണ്ടാവില്ല. ഇതൊരു കാരിയറാന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഓക്സിജനെയും അതുപോലെ ന്യൂട്രിയൻസും ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്നത് ബ്ലഡാണ്. ഈ ശേഷി കുറവായിരിക്കും നമ്മുടെ ബ്ലഡിന്. അപ്പൊ ഇവിടെ ചെയ്യണം, നമ്മള് ശരിയായ ആഹാരത്തിലൂടെ ബ്ലഡിലെ ഷുഗറിനെ കുറച്ചതിന് ശേഷം ശരീരത്തുണ്ടായ ബ്ലഡ്, അത്തരം ബ്ലഡ് നിറഞ്ഞു വരണമെങ്കിൽ ഒരു 120 ദിവസം വേണം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തെ സംബന്ധിച്ചോളം 120 ദിവസം ആകുമ്പോഴേക്കും അയാളുടെ ശരീരത്തുള്ള മുഴുവൻ ബ്ലഡും മാറി വരും. അപ്പൊ ഇപ്പൊ ഉള്ള ബ്ലഡ്, ആ ബ്ലഡിനെ ഷുഗർ രോഗാതുരമാക്കിയിട്ടുള്ള ബ്ലഡാണ്. ആ ബ്ലഡിന്റെ ക്യാരിങ് കപ്പാസിറ്റി കുറവാണ്. അതിലെ ഹീമോഗ്ലോബിനെ ഈ ഷുഗർ കയറി ഒട്ടിപ്പിടിച്ച് അതിന്റെ ശേഷിയൊക്കെ കുറച്ചുള്ള അവസ്ഥയാണ്. ഇത് മാറി നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തില് ബ്ലഡിലെ ഷുഗർ കുറഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബ്ലഡ് ശരീരത്തിൽ നിറയുമ്പോൾ 120 ദിവസം വേണം. അതുകൊണ്ട് ശരിയായ ആഹാരക്രമത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ ബ്ലഡ് ശരീരത്തിൽ നിറഞ്ഞു വരണമെങ്കിൽ 120 ദിവസം വേണം. അതുകൊണ്ടാണ് 120 ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു ആഹാരക്രമവും പാലിച്ചു മുമ്പോട്ട് പോകണമെന്ന് പറയാൻ കാരണം. ഈ വിധത്തില് ബ്ലഡിലെ ഷുഗറിനെ കുറച്ചുകൊണ്ടാൻ സാധിച്ചാൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇത് മാറിയാലങ്ങ് മാറും എന്നുള്ളതാണ്. അത് ശാശ്വതമായിരിക്കും. അപ്പോൾ ബീറ്റാ സെല്ലുകളുടെ ശേഷി വീണ്ടും വരും. ബീറ്റാ സെല്ലുകളിലെ ഉൽപാദന ശേഷി വർദ്ധിക്കും. നിങ്ങൾ കഴിക്കുന്ന ചപ്പാത്തിയും ചോറും ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നിങ്ങളുടെ ബീറ്റാ സെല്ലുക്ക് കൈവരും. അപ്പോൾ പുറത്തുനിന്ന് കുത്തിവെക്കുന്ന ഇൻസുലിൻ ആയാലും അല്ലെങ്കിൽ ഗുളികയായാലും അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പലർക്കും അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കും. ഈ സെൽ ആക്ടിവേഷനെയാണ് ഈ ഫുഡിലൂടെ നടക്കുന്നത്. ഇതിന് സഹായകരമായിട്ടാണ് നമ്മൾ ചില വ്യായാമങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ ചെയ്യണത്. ഇതൊക്കെയാണ് നമ്മൾ ഷുഗർ ബേസ് ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഒരു പ്രമേഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായൊരു മാർഗമാണ്. ഇതാണ് പ്രകൃതിയുടെ മാർഗം. അപ്പൊ ഈ മാർഗത്തിലേക്ക് വന്നാൽ ഷുഗർ മാത്രമല്ല, ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഷുഗർ റിലേറ്റഡ് ഡിസീസുകളുടെ കാരണം ബ്ലഡിലെ ഷുഗർ കൂടിയിരിക്കുന്നതാണ്. ബ്ലഡിലെ ഷുഗറിനെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലേക്ക് കുറയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള, അതിൽ നിന്ന് രൂപമെടുത്തിട്ടുള്ള, അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മറ്റ് രോഗങ്ങളും കുറഞ്ഞു വരും. അങ്ങനെ ഷുഗർ റിലേറ്റഡ് ഡിസീസ് അനുബന്ധ രോഗങ്ങളും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ വലിയ വിലയുള്ള സാധനമൊന്നും അല്ലാതെ ഒരു 2 ദോശയും ഒരു ചായയും കുടിക്കുന്ന പൈസ മാത്രമേ ഇതിന് ചെലവുള്ളൂ. സാധാരണഗതിയിൽ നിങ്ങൾ സാധാരണ ഒരു നേരം കഴിക്കുന്ന ആഹാരത്തിന് അത്ര പോലും വിലയിലുള്ള ഫുഡ് അല്ലാതെ. അതുകൊണ്ട് 1 or 2 നേരം നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിച്ച് മുമ്പോട്ട് പോയിക്കൂടാ. ഇതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും, ശരീരത്തിന്റെ ബലം വർദ്ധിക്കും, നാച്ചുറലായിട്ട് ഷുഗർ കുറയും, ധാരാളം ഫൈബർ ഉണ്ട്, അതുപോലെ എല്ലാ ന്യൂട്രിയൻസുള്ള ഒരു കംപ്ലീറ്റ് ഫുഡാണ്. ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, ശരീരം ദോഷകരമായിട്ടൊന്നുമില്ല, ഇതിന് ടേസ്റ്റ് ഉണ്ട് താനും. നിങ്ങൾ ഇതൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു നല്ല ആഹാരക്രമം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. ഒട്ടേറെ പേര് ഇത് കഴിച്ച് ഇതുപോലെ ഷുഗർ കുറഞ്ഞും ഷുഗർ റിലേറ്റഡ് ഡിസീസ് കുറഞ്ഞും സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെയും ഞാൻ ഇതിനകത്തേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്.